എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുക യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കവടി വെച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. എല്ലാവരുടെയും അച്ഛനമ്മമാരുടെ ഒരു ആഗ്രഹമാണ് മക്കൾക്ക് നല്ലൊരു ജോലി വന്നത് അല്ലേ. അപ്പോൾ മിക്കവരും പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിയിലുള്ള ഭയങ്കര തടസ്സമായിരിക്കും. അതായത് ജോലി കിട്ടുന്നില്ല, നിലവിൽ ജോലിയുണ്ട്, സാലറി കൂടുന്നില്ല, വിദേശത്തൊക്കെ പോയിട്ട് പാടുപെടുകയാണ്, സാലറി ഒട്ടും തന്നെ കൂടുന്നില്ല, നല്ലൊരു ജോലിയില്ല. മിക്ക ആൾക്കാരും എന്നോട് വിളിച്ചു പറഞ്ഞു, തിരുമേനി എൻ്റെ മകൻ പഠിച്ചതിന് വേണ്ടി ഒരു നല്ലൊരു ജോലിയില്ല. ഇപ്പോൾ സാധാരണ രീതിയിൽ തന്നെ ഒരു ജോലി അതിനാണെങ്കിൽ സാലറി കുറവ്, സാലറി കൂട്ടുന്നില്ല. പിന്നെ ഉള്ള പ്രശ്നം, നമ്മൾ എത്ര ഗൾഫിലും ഇല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് സാലറി കിട്ടുന്നില്ല, നല്ലൊരു ജോലി കിട്ടുന്നില്ല, എല്ലാത്തിനും തടസ്സം. അപ്പോൾ അങ്ങനെയുള്ളവരുടെയൊക്കെ, അതായത് മക്കൾമാർ പഠിച്ചു കഴിഞ്ഞിട്ട് നിലവിലെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി ഉള്ള വഴിപാടുകളും പരിഹാരങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഭക്തജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ആദ്യം തന്നെ നമുക്ക് കാര്യത്തിൽ കിടക്കാം. ഒരു ഉദാഹരണത്തിന് ജോലിപരമായ തടസ്സങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു വഴിപാടാണ് ത്രിപുരസുന്ദരിയും സ്വയംവരം. സ്വയംവരം മംഗലത്തിന് വേണ്ടി മാത്രമല്ല, തൊഴിൽപരമായ തടസ്സങ്ങൾക്കും മാറ്റം വരാൻ വേണ്ടിയാണ് സ്വയംവരം ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് വശ്യം കിട്ടാൻ വേണ്ടി. അതേപോലെയാണ് ത്രിപുരസുന്ദരി, ജോലിപരമായ ദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ, തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടിയാണ് ത്രിപുരസുന്ദരി മന്ത്രാർച്ചന ദേവീ ക്ഷേത്രത്തിൽ നമ്മളിത് ചെയ്യുന്നത്. അതും വശ്യം ഉണ്ടാകും. അതുപോലെ തന്നെ ശത്രുദുരിതങ്ങൾ മാറിക്കിട്ടും, കർമ്മത്തിലുള്ള വിഘ്നങ്ങൾ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു വഴിപാടുകളാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ പനി വരുമ്പോൾ നമ്മളെല്ലാവരും പാരാസെറ്റമോൾ കഴിക്കുന്നല്ലേ. അപ്പോൾ ആ ഒരു ഗുളിക കഴിക്കുന്നതുകൊണ്ട് നമുക്ക് രാവിലെ പനിയാണെങ്കിൽ നമ്മൾ രാവിലെ ഗുളിക കഴിക്കുമ്പോൾ വൈകുന്നേരം ആകുമ്പം കുറേയൊക്കെ മാറ്റം കിട്ടും എന്ന് പറഞ്ഞ പോലെയാണ് സ്വയംവരവും ത്രിപുരസുന്ദരിയൊക്കെ. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു വഴിപാടുകളാണ്. പക്ഷേ അതിലേയും കൂടെ അർപ്പിച്ച്, അതായത് അത് 50% ഫലം തരുമെങ്കിൽ 100% ഫലം ചെയ്യുന്ന തൊഴിൽപരമായ തടസ്സം മാറാനുള്ള പുഷ്പാഞ്ജലികളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ മുക്കുറ്റി ഉണ്ടാവും അല്ലേ. ഈ മുക്കുറ്റി നമ്മൾ എടുത്തുകൊണ്ട് പോയി കഴുകി നല്ലപോലെ വൃത്തിയാക്കിയിട്ട് ദേവീക്ഷേത്രത്തിൽ ചില ദേവീക്ഷേത്രത്തിലൊക്കെ ഈ മുക്കുറ്റി കൊണ്ട് അശ്വാരൂഢ മന്ത്ര അർച്ചന ചെയ്യും. അശ്വാരൂഢത്തിൻ്റെ പ്രത്യേകത കാര്യവിജയത്തിനും തടസ്സങ്ങൾ മാറാനും ജോലിയിൽ പുരോഗതി കിട്ടാനും, നമ്മൾ ഏത് കാര്യമാണ് അശ്വാരൂഢം ചെയ്യുന്നത് അത് നമുക്ക് തീർച്ചയായിട്ടും ദേവി സാധിച്ചു തരും. മുക്കുറ്റി കൊണ്ടൊക്കെ ചെയ്യുന്ന ക്ഷേത്രത്തിലേക്ക്, മുക്കുറ്റി കൊണ്ട് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, ചില ക്ഷേത്രങ്ങളിൽ ചെയ്യും. അത് അവിടുത്തെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിലെ ശാന്തിയായിട്ടൊന്ന് ബന്ധപ്പെട്ടൊന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒന്ന്, മുക്കുറ്റി കഴുകുക. ഒന്നെങ്കിൽ 21, 108, 54 നമുക്ക് മുക്കുറ്റി കിട്ടുന്ന പോലെ തന്നെ ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ദേവീ ക്ഷേത്രത്തിൽ തിരുമേനിയെ കണ്ടെന്ന് പറയുക, കുറച്ച് മുക്കുറ്റിയാണ് നോക്കിച്ചപ്പം തൊഴിൽപരമായ തടസ്സമുണ്ട്, അല്ലെങ്കിൽ 21 മുക്കുറ്റിയുണ്ട്, ഇതുകൊണ്ട് അശ്വാരൂഢ മന്ത്രാർച്ചന ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ട് നമ്മൾ പറിച്ചുകൊണ്ട് കൊടുക്കുക. ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ജോലിയിൽ ഉള്ള തടസ്സങ്ങൾ തീർച്ചയായിട്ടും മാറിക്കിട്ട് നമ്മൾ പല ഇൻ്റർവ്യൂവിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിജയം കൈവരിക്കും. 4 ദിക്കിൽ നിന്ന് നമുക്ക് ഫോൺ കോളുകളും കാര്യങ്ങളും വരും. ഈ അശ്വാരൂഢ മുക്കുറ്റി കൊണ്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഗൾഫിൽ പോകാനുള്ള തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാറിക്കിട്ടും. അപ്പോൾ ഇതൊന്ന് ചോദിച്ച് നോക്കുക. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ആണെങ്കിലും ചെയ്തു തരാം, മുക്കുറ്റി കിട്ടുവാണെങ്കിൽ. ഭക്തജനങ്ങളൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. രണ്ടാമത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ഗണപതി ക്ഷേത്രത്തിൽ ഭഗവാന് ഇഷ്ടമുള്ള ഗണേശ പുഷ്പം, അതായത് ഗണേശ പുഷ്പം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന അരളിപ്പൂ തന്നെയാണ്. ഒരു പാക്കറ്റ് അരളിപ്പൂ മേടിച്ചിട്ട് വശ്യഗണപതി മന്ത്രം കൊണ്ട് 108 തവണ അർച്ചന ചെയ്തു തരാൻ പറയണം. വശ്യഗണപതി മന്ത്രം കൊണ്ട്. ഈ വശ്യഗണപതി മന്ത്രം അർച്ചന ചെയ്യുന്നതുകൊണ്ട് ജോലിയിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടി ജോലി കിട്ടാനും, കർമ്മത്തിലുള്ള തടസ്സങ്ങൾ, നമ്മൾ പല ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുത്ത് ആ ഒരു രീതിയിലുള്ള തടസ്സങ്ങൾ മാറാൻ വേണ്ടി വശ്യഗണപതി മന്ത്ര അർച്ചന അരളിപ്പൂ കൊണ്ട് ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. അരളിപ്പൂ ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ട. പിന്നെ കോമണായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടാൻ വേണ്ടി നമ്മുടെ വീടിൻ്റെ അടുത്ത് ഏത് ക്ഷേത്രമാണ്, ദേവീ ക്ഷേത്രമായിരിക്കാം കൂടുതൽ, ഇല്ലെങ്കിൽ മാസം തുറക്കുന്ന അമ്പലങ്ങളൊക്കെ ഉണ്ടാകും. നമ്മുടെ വീടിൻ്റെ ഏത് ക്ഷേത്രമാണ് ഉള്ളത്, നമ്മൾ അവിടെ പോയിട്ട് രാവിലെ നിത്യം ഒന്ന് പോകുന്ന സമയത്ത് ആ ഒരു ദേവനിലേക്ക് നമ്മൾ നെയ് വിളക്ക് കത്തിച്ച് വെക്കുക. എന്നിട്ട് ഭാഗ്യസൂക്ത അർച്ചന ചെയ്യുക. നെയ്വിളക്ക് കത്തിച്ച് വെച്ചതിന് ശേഷം ഭാഗ്യസൂക്ത അർച്ചന ചെയ്ത് മേടിക്കുക. കാരണം നെയ്വിളക്ക് കത്തിക്കുന്ന സമയത്ത് ദേവനിലേക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി ഉണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് കാര്യം ചെയ്ത് പ്രാർത്ഥിച്ചാലും നമ്മുടെ കാര്യസാധ്യമാണ്. അതിനാണ് ഭാഗ്യസൂക്ത അർച്ചന ചെയ്യാൻ പറഞ്ഞത്. ഭാഗ്യസൂക്തം ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അതിൻ്റെ ഒരു പ്രസാദം മേടിച്ച് പ്രസാദം തൊട്ട് അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവെക്കുക. അപ്പം ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ജോലിയിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും, വിദേശത്ത് പോകാനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. ഇത് ഏകദേശം
ഒരു 7 ആഴ്ച വീടിൻ്റെ അടുത്തുള്ള ഏത് ക്ഷേത്രമാണോ ആ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഇടുക. നെയ്വിളക്ക് ഇട്ടതിന് ശേഷം മാത്രം ശാന്തിയോട് പറഞ്ഞ് ഭാഗ്യസൂക്തം ചെയ്യുക. നമ്മൾ പ്രദക്ഷിണമൊക്കെ വെക്കുക. ആ ഒരു പ്രസാദം നമ്മൾ തന്നെ മേടിക്കണം. നമ്മൾ തന്നെ ഭക്തിപൂർവ്വം നെറ്റി തൊടുകയും ചെയ്യണം. ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ജോലിപരമായ എല്ലാ തടസ്സങ്ങളും നീങ്ങിക്കിട്ടാണ്. കൂടുതലായിട്ട് എന്തെങ്കിലും തൊഴിൽപരമായി അറിയണമെങ്കിൽ ഈ നമ്പറിൽ നിന്ന് വിളിക്കുക. നിങ്ങളുടെ ഗ്രഹനിലയിൽ ഏതെങ്കിലും ഗ്രഹം തൊഴിൽപരമായിട്ട് തടസ്സമുണ്ടോ സാമ്പത്തികപരമായ തടസ്സമുണ്ടോ എന്ന് നോക്കി അത് പ്രത്യേകം പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്.